SNDP NSSുമായി നടത്തുന്ന ചർച്ചയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഐക്യം എന്നതാണ് നിലപാട്. എല്ലാവരും സൗഹാർദ്ദത്തോടെ പോകണമെന്നാണ് NSSന്റെ ആഗ്രഹമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. യോജിപ്പുണ്ട്, പക്ഷേ അതെങ്ങനെയൊക്കെ വേണമെന്നുള്ളത് അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 21-ാം തീയതി യോഗം കൂടി അതോടൊപ്പം തന്നെ തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ NSSനെ ഔദ്യോഗികമായിട്ട് വിവരം അറിയിക്കാൻ തീരുമാനിച്ചു. അവർ വരട്ടെ, അവർ വരുമ്പോൾ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ഒരു തീരുമാനം വേണം. ഐക്യമെന്നുള്ളത് ഉറപ്പാണ്. അടിസ്ഥാന മൂല്യങ്ങൾ NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം വരാത്ത വണ്ണം SNDPയും NSSുമായി യോജിച്ചു പോകും എന്നാണ് ഞാൻ പറഞ്ഞത്. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ, നേരത്തെയും സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലൊരു ഐക്യം വേണം, അത് അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് സുകുമാരൻ നായർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് SNDP. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ ഒരു മകനെ പോലെ സ്വീകരിക്കുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു വെക്കുകയാണ്, അല്ലേ? SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നതിന് ശേഷമാണ് NSSുമായി സഹകരിക്കാൻ ബോർഡ് തീരുമാനിച്ചത് എന്നാണ് വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് SNDPയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് എന്നും NSS SNDP യോജിപ്പിനുള്ള വഴി തുറക്കുകയാണ് എന്നും സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുള്ളത്. SNDPയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി സുകുമാരൻ നായർ വ്യക്തമാക്കുകയുണ്ടായി. അവരുമായി ചർച്ചകൾ NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ വിട്ടൊഴിയാതെ അത് സംരക്ഷിച്ചുകൊണ്ട് SNDPയുമായി ഒരു ഐക്യത്തിന്റെ സാധ്യത, യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ച് മുന്നോട്ട് പോകും. എല്ലാവരും സഹവർത്തിത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കണം എന്നുള്ളതാണ് NSSന്റെ ആഗ്രഹം. ഒപ്പം തന്നെ SNDP NSS ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നും ഈ SNDP യോഗം തുഷാർ വെള്ളാപ്പള്ളിയെ NSSുമായി ചർച്ച നടത്താൻ ചുമതലപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ തുഷാർ വെള്ളാപ്പള്ളി ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലെത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു മകനെ പോലെ സ്വീകരിക്കുമെന്നുമാണ് സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുള്ളത്. മുൻപ് നമുക്കറിയാം SNDP NSS ഐക്യം ഉണ്ടായത് അധികകാലം കഴിയുന്നതിന് മുമ്പേ വഴിപിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇനി അത്തരത്തിലുള്ള ഒരു വഴിപിരിയൽ ഉണ്ടാവില്ല എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. ആ തീരുമാനത്തെയും സുകുമാരൻ നായർ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും SNDP NSS തർക്കത്തിന് മഞ്ഞുരുകയും യോജിപ്പിന്റെ പാത തുറക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാടിലൂടെ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ സതീശനെതിരെ അദ്ദേഹം ഇന്നും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. സതീശന്റെ നിലപാടുകളെ അദ്ദേഹം വീണ്ടും ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇരു സംഘടനകളുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ SNDP യോഗം ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി. സനോജ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സനോജ് പറഞ്ഞതുപോലെ തന്നെ സതീശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ പ്രബലരായ രണ്ട് സമുദായങ്ങളുടെ നേതാക്കൾ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നു. രണ്ട് സമുദായങ്ങൾ യോജിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സതീശനെതിരെ അദ്ദേഹം പറഞ്ഞത് സതീശൻ ഉമ്മാക്കി കാണിക്കുകയാണ്, കോൺഗ്രസ് പെരുപ്പിച്ച് കാണിക്കുകയാണ് സതീശൻ അത്ര വലിയ സംഭവമൊന്നുമല്ല. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാകും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ അതൊരു താൽക്കാലികമാണ്, ഒരു പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. അത് കഴിഞ്ഞ് ആറ്റിലെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വ്യക്തമായ ഒരു രാഷ്ട്രീയ സൂചന കൂടിയാണ് ഈ സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും NSS SNDP ഐക്യത്തെ വളരെ കരുതലോടുകൂടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത്. കാരണം സതീശന്റെ വാവിട്ട വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാവുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയാവുന്നു. അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും അഭിപ്രായ വ്യത്യാസത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ആ അഭിപ്രായ ഭിന്നത പല നേതാക്കന്മാരും പരസ്യമാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ കൂടിയും വരും ദിവസങ്ങളിലും സതീശന്റെ ഈ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ തീരുമാനം, അതായത് SNDP NSS ഐക്യം എന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.